ரசமன்பினோடு நாம் உண்ணவும் கொடுத்த முருகானி பிரணவ ஞான பழத்தை பிழிந்து ரசமன்பினோடு நாம் உண்ணவும் கொடுத்த நல்ல குருநாதன் உனக்கென்ன விதம் இக்கனியை நாமீவது என்று நானித்த முருகானி பிரணவ ஞான பழத்தை பிழிந்து ரசம் அன்பினோடு நாம் உண்ணவும் கொடுத்த நல்ல குருநாதன் நீ உனக்கென்ன விதமிக்கனியை நாமீவதென்று நானித்தான் அப்பனித்தலே தரவில்லையாதனால் முருகா உனக்கு சாரும் ஒரு பிழை இல்லையே முருகா உனக்கு சாரும் ஒரு பிழை இல்லையே சக்தி வடிவேலுடன் தத்துமையிலேறிடும் ஷண்முகா வேலவா ஞானப்பழமே நீ உனக்கு ஒரு பழம் தேவையா அன்பு தெய்வமே அருள் வடிவே சுத்த பழம் வேணுமா சுடாத பழம் வேணுமா என் அறிவுக்கு சுட்டி காட்டிடும் தமிழ் கடவுளே நீ தவறு செய்யலாமா அம்மா அப்பனிடம் கோபப்படலாமா வேண்டாம் ஐயா வேண்டாம் நீ திரும்பி செல்லு வடிவேலுடன் தத்துமையிலேறிடும் ஷண்முகா உனக்கு குறையும் உள்ளதோ சக்தி வடிவேலுடன் தத்துமையிலேறிடும் ஷண்முகா உனக்கு குறையும் உள்ளதோ முருகா உனக்கு குறையும் உள்ளதோ ஏன் இப்படி கோவணத்துடன் தண்டு கொண்டிங்குற்றோர் ஆண்டியானான் முருகானி ஏன் இப்படி கோவணத்துடன் தண்டு கொண்டிங்குற்றோர் ஆண்டியானான் எமது வினை பொடிபடவும் அல்லவோ வந்து நீ படி இங்கு இருக்கலாம் என் ஆசான் அப்பன் அன்னையாம் என்னவும் எண்ணினேன் தருவையரு பழனி மலையில் சந்தனம் குடிகொண்டு சங்கர கும்பிடும் என் தண்டபாணி 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 தெய்வமே பழனியப்பா ஞான பழம் நீயப்பா தமிழ் ஞான பழம் நீயப்பா பழம் நீயப்பா ஞான பழம் நீயப்பா தமிழ் ஞான பழம் நீயப்பா சபை தன்னில் திருச்சபை தன்னில் உருவாகி புலவோர்க்கு பொருள் கூறும் பழம் நீயப்பா ஞான பழம் நீயப்பா தமிழ் ஞான பழம் நீயப்பா கண்ணொன்று கனலாய் வந்தாய் நேற்று கண்ணொன்று
താങ്ക് യു. ചോദിക്കാം, വൈക ഇമോഷണലി ഭയങ്കര ഇതായിപ്പോയി. ഓക്കെ, ശരത് സർ. പാട്ടി എന്താ? സൂപ്പർ. താങ്ക് യു സാർ. മോളെ, ഇത് അത്ര ഈസി ആയിട്ട് പാടി തീർക്കാൻ പറ്റിയ ഒരു പാട്ടല്ല. അതൊരു മെനക്കേടാണ്. ഒന്നാമത് തമിഴ്, പിന്നെ അത് ഇത്രയും രാഗങ്ങൾ കോർത്തിണക്കി ഇതൊരു വല്ലാത്ത ഇമോഷനാണ് ഈ ഒരു പാട്ടെന്ന് പറയുമ്പോൾ. അപ്പം Thank you, ഇതിൽ sir. പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനൊരു ഗത്ത് ഭാവമുണ്ട് ഈ ഒരു പാട്ടിന്. മോളിത് ഏത് കേട്ടാ പഠിച്ചത്? ഒറിജിനൽ കേട്ട് പഠിച്ചതാണോ? ആണോ? എൻ്റെ നോക്കി സത്യം പറയണം, ആണോ? അതെ. ഇങ്ങനെയൊക്കെ നോക്കുന്നു മോളെ. ഇത് നമുക്ക് ഒന്നാമത് ഇപ്പം തമിഴ് കുറച്ച് കറക്റ്റ് ചെയ്യാനുണ്ട്. പിന്നെ അല്ലാതെ ഇപ്പോൾ മോളിപ്പോൾ ആദ്യത്തെയൊക്കെ നല്ലതായിരുന്നു, നല്ല രസമായിരുന്നു മോളെ. ഇത് ഏതാ ക്യാരക്ടർ എന്നറിയാവോ? ഏതാണ്? അവയാർ. ആഹാ, അപ്പം അവയാരെ ആ രണ്ടാമത്തെ രാഗം ചെയ്യുന്നൊന്ന് പാടിക്കേ. മുരുകാനി പ്രണവஞான പഴത്തെ പിഴിந்து രസം അൻപിനോട് നാം ഉണ്ണവും കൊടുത്ത നല്ല ഗുരുനാഥൻ നീ. ഉനക്കെന്ന വിധമിക്കനിയെ നാം ഈവതെன்று நானித்தான் அப்பனித்தலர் தரவில்லையாதனால் முருகா உனக்கு சாரும் ஒரு பிழை இல்லையே. ആ മോളെ, അത് കുറേയും കൂടി ഇല്ലേ? അതല്ലേ ഉള്ളത്, അത് കുറേയും കൂടെ ഉണ്ട്. അപ്പം മോളെ, അതാ ഞാൻ ചോദിച്ചത്, വല്ല ഗാനമേളയും കേട്ട് പഠിച്ചതാണോ എന്ന് ഞാൻ ചോദിച്ചത്. ശരിക്കും ഒറിജിനൽ കേട്ടിട്ട് തന്നെയാണോ പഠിച്ചത്? ഞാൻ ഇത് നേരത്തെ പ്രോഗ്രാമിന് പാടിക്കൊണ്ടിരുന്നതാ. അപ്പൊ അതിന്ന് പൊളിച്ച് പണിയാൻ കുറച്ച് പാട് പെട്ട് ഞാൻ പ്രോഗ്രാമിന് ഒപ്പിച്ചാ പാടിക്കണം. മക്കളെ, ഇത് അതിലില്ല കേട്ടാ. ഒന്നാമത് ഇങ്ങനെ പാടുന്ന ഒരാളും അല്ല. ഇതാരാ പാടിയേക്കുന്നത്? സുന്ദരാമ്പാൾ. KB സുന്ദരാമ്പാൾ. അസാധ്യ ജ്ഞാനസ്ഥ. ഇങ്ങനെ പാടത്തില്ല. അപ്പം അതില്ല അതിൽ. അതാണ് പ്രധാനമായിട്ടുള്ളത്. പല്ലവി ഒന്ന് പാടിക്കേ. പഴം നീയപ്പാ, പഴം നീയപ്പാ, അതേ ഉള്ളു ആദ്യം. നീയപ്പാ അതില്ല. ആദ്യം പഴം നീയപ്പാ, അതേ ഉള്ളൂ. പഴം നീയപ്പാ, ஞானப்பழம் நீயப்பா, தமிழ் ஞானப்பழம் நீயப்பா. சபை தன்னில் திருச்சபை தன்னில் உருவாகி புலவோர்க்கு பொருள் கூறும். മോളെ, അത് சபை தன்னில் திருச்சபை தன்னில் ദരിനീരിതിരോട് ചുരുൾ തന്ത് തരീര ஞானப்பழം നീയപ്പാ, തമിഴ് ஞானப்பழം നീയപ്പാ. അത് മോളെ, ഇത് കുറച്ച് സ്ട്രെയിനാണ്. ഇത് കുത്തിയിരുന്ന കാര്യം, നമ്മളിത് ഡെയിലി എണീച്ചിട്ട് ഇത് നമ്മൾ കേൾക്കത്തില്ലല്ലോ. അപ്പോൾ ഇത് പണ്ട് നമ്മൾ കുറേ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് അങ്ങനെ കേട്ട ഓർമ്മയിലാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ അത് കുറച്ചും കൂടെ ഈ രാഗഭാവവും അവർ പാടിയിരിക്കുന്നതിനൊരു വേറൊരു ലെവലാണ് കേട്ടോ. അപ്പോൾ അത് മോളെ, അത് കുറച്ചും കൂടെ മനസ്സിലാക്കി പാടാം. എന്തൊക്കെയാലും ഐ റിയലി അപ്രീഷിയേറ്റ് യു. കാര്യം ദിസ് ഈസ് നോട്ട് ആൻ ഈസി ജോബ്. അത് ഉറപ്പായിട്ട്. കാര്യം ഇത്രയും പഠിക്കുക, ആ തമിഴ്, അത് വേറൊരു വികാരമാണ് ഈ പാട്ടിന് കേട്ടോ മോളെ. അത് അത്രേ ഉള്ളൂ. ഈ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ മുരുകനെ വരെ നിൽക്കണം അവിടെ എന്ന് പറഞ്ഞാൽ മുരുകൻ നിൽക്കും. ദൈവത്തിനെ വരെ നില്ലെന്ന് പറഞ്ഞാൽ കേൾക്കണമെങ്കിൽ ആ ക്യാരക്ടറിൻ്റെ വെയിറ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്. അവയാറെന്ന് പറഞ്ഞാൽ അപ്പം എന്തൊക്കെയാലും ഈ വേഷവും കുഞ്ഞിനെ കാണാനും ഒക്കെ രസമുണ്ട്. അപ്പോൾ അവ്വ പാട്ടിക്ക് എല്ലാ ഐശ്വര്യം ഉണ്ടാവട്ടെ. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഹരിചേട്ടാ. വൈക, എന്തോ? ആദ്യം തന്നെ ഇതുപോലൊരു സോങ് കൊണ്ടുവന്നത് പ്രസന്റ് ചെയ്യാനുള്ള കോൺഫിഡൻസിന് ക്ലാപ്സ്. താങ്ക് യു ചേട്ടാ. സ്റ്റാർട്ട് ചെയ്യുന്ന ഏത് രാഗത്തിലെ മോളെ? ആദ്യം കാമ്പോജിയിലായിരുന്നു. കാമ്പോജി ഗംഭീരമായിരുന്നു. അത് നന്നായിട്ട് പാടി. ബ്യൂട്ടിഫുൾ, ഇൻക്രെഡിബിൾ. കാരണം കാമ്പോജിയുടെ പാടുമ്പോൾ അത് കാമ്പോജി തന്നെ ആയിരിക്കണം. അപ്പം അത് വൃത്തിയായിട്ട് മോള് പാടി. അത് കഴിഞ്ഞ് ഏതായിരുന്നു? മോഹനോ ഏതോ രണ്ടാമത്? സാവേരി. അതൊന്ന് പാടാവോ മോളെ? മുരുകാനി പ്രണവஞான പഴത്തെ പിഴിந்து രസം അൻപിനോട് നാം ഉണ്ണവും കൊടുത്ത നല്ല ഗുരുനാഥൻ നീ. അവിടെ കിടന്ന് ഓടാതെ നല്ല ഗുരുനാഥൻ നീ,
അവിടെയൊക്കെയാണ് ആ ഒരു ഇതുണ്ടല്ലോ സാവേരി. എനിക്കത് ഇങ്ങനെ ഞാൻ ആലോചിക്കും എന്ന് പറയുമ്പോ രീക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. എനിക്ക് ഒന്നാമത് നല്ല സ്പീഡിൽ ഇത് പോകുന്നത്. അപ്പൊ ആ രാഗഭാവം കൊടുക്കേണ്ട സ്ഥലത്ത് കുറച്ച് കൊടുത്തില്ലെങ്കിൽ നമുക്ക്, ഞാനിങ്ങനെ ആലോചിക്കുന്നത് സാവേരിയാന്ന് എനിക്ക് മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുത്തു. മനസ്സിലായില്ലേ? അത് അത്രയും വലിച്ചാലേ മോളെ അതിന് ആ ഒരു സുഖമുള്ളൂ. നാക്കി അത് കിട്ടത്തില്ല. നീ എന്ന് പറയുമ്പോ അതിനൊരു ഒരു ഒരു വല്ലാത്ത ഫീലിംഗ് ഉണ്ടാവും. മക്കളെ പാടി നോക്കേ. നല്ല ഗുരുനാഥൻ നീ, നല്ല ഗുരുനാഥൻ നീ, ഗുരുനാഥൻ നാഥൻ നാഥൻ നീ, നാഥൻ നീ, നാഥൻ നീ താതരര സരിബാമഗ നാഥൻ നാഥൻ അല്ല മായില് നാഥൻ നാഥൻ നീ നാഥൻ നീ, നാഥൻ നീ. പിന്നെ ഉനക്കെന്ന വിധമിക്കനിയെ നാം ഇവതെன்று നാനിத்தான் அப்பனி തലയിൽ തരവില്ലയാതനാൽ മുരുക ഉനക്ക് മുരുക ദരീസ. ഇപ്പൊ നെരീസാന്ന പാടുന്ന മോള്. മുരുക ഉനക്ക് ചാരു ഒരു പിഴയില്ലയേ. അതൊക്കെ നല്ല ഇതൊക്കെ ഉള്ളു മോളെ. പിന്നെ ഷൺമുഖപ്രിയ രാഗം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ നിഷാദ് അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ ടച്ചസ് പ്രശ്നമേ ഉള്ളൂ കേട്ടോ. അത് പഠിച്ചു കഴിയുമ്പോൾ നമുക്കിതൊക്കെ കിട്ടും. നമ്മളിതെന്ത് ആലോചിച്ച് അങ്ങനെ പാടണമെന്നില്ല. ഇപ്പം സാവേരി ഇങ്ങനെ പാടണം, കാനഡയിൽ ഇങ്ങനെ പാടണം, അതിൽ ഈ നിഷാദ് ഒന്നും ആലോചിക്കണ്ട. നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ വി വിൽ ഗെറ്റ് ഇറ്റ് കേട്ടോ. കീപ് ലേണിംഗ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. താങ്ക് യു ഹരി ചേട്ടാ. ഷാനിക്ക, ഇന്നത്തെ പാട്ട് ക്ലാസ് ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ജഡ്ജിങ് കഴിഞ്ഞിട്ട് വെള്ളം കുടിച്ചു പോയി. വൈകക്ക് കാര്യം പിടികിട്ടിയല്ലോ. എനിക്കിപ്പോ ഇതുപോലെ പാടി കേൾപ്പിച്ചിരാൻ എനിക്കറിയില്ല. നമ്മളൊക്കെ മാക്സിമം പോകുന്നത് കൃപാകരി ദേവി പോലത്തെ അരവിന്ദറിലെ പാട്ട് മാക്സിമം. പിന്നെ ഇതുപോലത്തെ പാട്ട് എവിടെയെങ്കിലും പ്ലേ എന്ന് കണ്ടാലും പേടിച്ചിട്ട് ഇതുവഴി പോകുന്ന ആളാണ് ഞാൻ. നമ്മളൊക്കെ പണ്ട് എൻ്റെ ആകെയുള്ള പിന്നെ കേൾവി എന്നൊക്കെ പറയുന്നത് പണ്ട് ഡാഡി ഗസല്, തലത്ത് അസീസിൻ്റെ ഒക്കെ ഗസല് വെക്കുമ്പോൾ അത് മാത്രം ആണ് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ കേട്ട് വളർന്നത്. എനിവേസ്, അപ്പോൾ വൈക ഇപ്പം എനിക്ക് മനസ്സിലായൊരു കാര്യം, ഇപ്പം ശരത്തേട്ടൻ പറഞ്ഞ പോലെ ഇപ്പം ഈ സിംഗറുടെ ഒരു ഡൈനാമിക്സ് ഉണ്ട് ഈ പാട്ടിന് കൊടുത്തിട്ട്. അപ്പം അതിൽ നിന്ന് ചില ഏരിയസ് വന്നപ്പോൾ ഭയങ്കരമായിട്ട് മാറി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് എനിക്കൊന്ന് അത് നേരത്തെ ഒറിജിനൽ കേട്ടിട്ടായിരിക്കില്ല വൈക പഠിച്ചത് അല്ലേ? അത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ഒരു കോമ്പറ്റീഷനിലേക്ക് വരുമ്പോൾ ഒറിജിനൽ ഒന്ന് റെഫർ ചെയ്യണമായിരുന്നു എന്ന് ഒരഭിപ്രായം എനിക്കുണ്ട്. ഓക്കെ, ഗാനമേളകളിൽ മോളുടെ വേർഷൻ പാടാം. ഞാൻ ഒറിജിനൽ പഠിച്ച ഒറിജിനൽ ഇപ്പൊ പാടിയത് കംപ്ലീറ്റ് ഒറിജിനലാണ്. അത് മോൾ എനിക്കൊന്ന് കൊച്ചിലെ പഠിച്ചിങ്ങനെ തെറ്റ് പഠിച്ച് എന്തൊക്കെയൊക്കെയോ അല്ലേ, ഏതൊക്കെയൊക്കെയോ വേർഷൻസും കേട്ടു. അപ്പൊ അത് അൺലേൺ ചെയ്തിട്ട് വേണം നമ്മളൊരു എസ്പെഷ്യലി ഒരു കോമ്പറ്റീഷൻ, ഇവർക്കൊക്കെ അത്രയും പരിചയമുള്ള ഒരു പാട്ട് എന്ന് പറയുമ്പോൾ അത് പെട്ടെന്ന് അടിക്കും. ഇതിങ്ങനല്ലല്ലോ, അത് ആ സോങ്ങിന്റെ ക്യാരക്ടറിന്ന് വല്ലാതെ അങ്ങോട്ട് മാറിയല്ലോ എന്നുള്ള തോട്ട് ആദ്യം വരും. പിന്നെ കംപ്ലീറ്റ് ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. പിന്നെ വൈക ഇത് അവിടെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയണം മോളെ, ഹാറ്റ്സ് ഓഫ് കേട്ടോ. താങ്ക് യു. ഈ ഒരു പാട്ട് ധൈര്യത്തോടെ എടുത്ത് ഇവിടെ വന്ന് പാടിയതിന് ഒരു എന്താ പറയാ വലിയ കയ്യടി. അതൊരു ധൈര്യം തന്നെയാണ്. That's it. All the best. താങ്ക് യു ഷാനിക. താങ്ക് യു ഷാനിക. ശരത് സർ, എന്താടോ അല്ല ജഡ്ജ്മെന്റ് ഇത്രയും രസമായിട്ട് പറഞ്ഞു കൊടുത്തോണ്ട് ചോദിക്കാ, സാർ ഒരു 2 രൂപ എടുത്തരോ? എടേ എന്തോന്നടേ പ്ലീസ്. പഴം നീയപ്പ ஞானப்பழம் நீயப்பா, தமிழ் ஞானப்பழம் நீயப்பா,
പഴം നീയപ്പ ജ്ഞാനപ്പഴം നീയപ്പ തമിഴ് ജ്ഞാനപ്പഴം നീയപ്പ சபை தன்னில் திருச்சபை தன்னில் உருவாகி புலவர்க்கு பொருள் கூறும் பழம் நீயப்பா ஞானப்பழம் நீயப்பா தமிழ் ஞானப்பழம் நீயப்பா ഓ സൂപ്പർ താങ്ക് യു മാർക്സ് ചോദിക്കാം ഓക്കെ ശരത് സർ 2. ആരാണ് ഒരു ചേഞ്ച് പ്രതീക്ഷിക്കാത്തത്? ഭയങ്കര വേണ്ട ചേഞ്ച്. എനിക്ക് ചേഞ്ച് വേണ്ട ഇത്രയും കമന്റ്സ് ഒക്കെ പറഞ്ഞിട്ട് മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ല എന്തൊക്കെയാലും അവൾ എത്രയും കഷ്ടപ്പെട്ടതല്ല. 1 മിനിറ്റ്. ഓക്കെ ഓക്കെ എത്രയാണ് എത്ര? അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ എത്രയാണ്? അംബാനി വഴി പറക്കാൻ പോവാട്ടാ 200 രൂപ. പോരെ? അല്ലെങ്കിൽ ഓ മോളെ nice. അവയാർ അങ്ങനെ മുരുകനെ കണ്ടു. അതെ. ചോക്ലേറ്റ് ഒക്കെ വാങ്ങിച്ചു കഴിച്ചു അവയാര് പോയി നല്ല ചോക്ലേറ്റ് മേടിച്ച് കഴിക്കും. അപ്പൊ എന്തൊക്കെയായാലും സന്തോഷമായി. ഗ്രേറ്റ്. മാർക്ക് ഇവിടെ ഒന്ന് ആ, പറഞ്ഞേക്കാം. okay. പോരെ? 9 മാർക്സ് മോളെ. താങ്ക് യു സർ. ഓക്കെ അപ്പൊ ശരത് സാറിന്റെ വക 9 മാർക്സ് അല്ല ഷാനിക്കൻ ഷാനിക്ക So I'm giving you 9.3. താങ്ക് യു ഷാനിക. താങ്ക് യു ഷാനിക്ക ഹരിച്ചേട്ടാ 9.2. താങ്ക് യു ചേട്ടാ. താങ്ക് യു ഹരിച്ചേട്ടാ 27.5 മാർക്സ് Oh. അടിപൊളി